നമുക്കൊരു അയില ഉണ്ടാക്കാം. അയില കഴുകി ഉപ്പും മുളകും മഞ്ഞളും പെരക്കി നമുക്കാദ്യം വേവിക്കാൻ വെക്കാം. വെന്ത് കഴിഞ്ഞിട്ട് ബാക്കി പണി. ഓക്കേ. മീൻ റെഡിയാക്കാൻ പോകുന്നതാണ്. മീൻ വേവിച്ച് അതിൻ്റെ മുള്ളെല്ലാം കളഞ്ഞു ചെറുങ്ങനെ പിച്ചിയിട്ടിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചിയെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് തേങ്ങ, തക്കാളി, ഇതാണ് നമ്മളുടെ അരി കുഴച്ച് വെച്ചത്. ഇനി ശകലം മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക്, ജീരകം എല്ലാം വേണം. നമുക്കിനി അടുത്ത പാൻ അടുപ്പിൽ വെച്ചിട്ട് ഉള്ളി നല്ലോണം വഴറ്റാം. ചീഞ്ചട്ടി അടുപ്പിൽ വെച്ച് നമുക്ക് ഈ ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയെല്ലാം ഇതിലിട്ട് നല്ലോണം വഴറ്റുക. ശകലം ഉപ്പിടുക. നമ്മളെ ഉള്ളി വഴണ്ടി വരുന്നുണ്ട്. ഇത് നമുക്കിതിൽ സാധനം ഇടാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, നമുക്ക് തക്കാളി, തക്കാളിയെല്ലാം നല്ലോണം ഉടഞ്ഞു. ഇനി നമുക്ക് ഈ തേങ്ങ അതിലിടാം. അതിൻ്റെ കൂടെ നമ്മൾ എടുത്ത് വെച്ച മീനിടുക. രണ്ട് കരിയാപ്പിലയും ഇട്ട് നല്ലോണം ഒരു നുള്ളി ജീരകവും ഇട്ട് നല്ലോണം വഴറ്റുക. കരിയാപ്പില എടുക്കട്ടെ. കരിയാപ്പില ഇനി ഇത് തണിഞ്ഞിട്ട് നമുക്ക് അടയിൽ നമ്മുടെ മീനട റെഡിയായിട്ടുണ്ട്. നമുക്കിതിനൊരു പീസ് കഴിച്ച് നോക്കാം. പോലടോ നമ്മൾ മീനട തിന്നിട്ട് പോടോ. മീനട നമ്മളെ മീനട തിന്നാൻ നിങ്ങളൊരു ഗസ്റ്റ് ഉണ്ട് ഗൈസ്. അയ്യോ, നമ്മുടെ മീനട റെഡി ആയിട്ടുണ്ട്. മീനട നമുക്കൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. അത് നമ്മുടെ ഹരിചന്ദ്രനാണ്. ഹരിചന്ദ്രനെ തിന്നിട്ട് അഭിപ്രായം പറയട്ടെ. മാമിയുടെ മീനട സൂപ്പർ ആയിട്ടുണ്ട്. മീനട സൂപ്പർ.